തമിഴകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ദളപതി 69 ആര് സംവിധാനം ചെയ്യും എന്നുള്ളതാണ്. 10ഓളം മികച്ച സംവിധായകന്മാരുടെ പേരുകൾ ദളപതി 69മായി ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ പ്രവേശനം ഉറപ്പിച്ച വിജയ് അഭിനയം പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കി. ഇനി വിജയുടേതായി പുറത്തിറങ്ങാനുള്ളത് 2 ചിത്രങ്ങളാണ്. ദളപതി 68ആയ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചിത്രീകരണം പുരോഗമിക്കുകയാണ്. വെങ്കട് പ്രഭുവാണ് ദി ഗോട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത്. വിജയ്ക്ക് പുറമെ പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ, സ്നേഹ, ലൈല തുടങ്ങി വമ്പൻ താരനിരയും ഇതിലുണ്ട്. മീനാക്ഷി ചൗധരി ചിത്രത്തിൽ വിജയ്ക്ക് നായികയാകും. സയൻസ് ഫിക്ഷൻ ത്രില്ലറായാണ് ദ ഗോട്ട് എന്ന ചിത്രം ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കുമെല്ലാം സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ്. ദ ഗോട്ട് എന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റിനൊപ്പം വിജയുടെ ദളപതി 69 സംവിധാനം ചെയ്യുക ആര് എന്നത് കൂടി ചൂടുപിടിച്ച ചർച്ചയായി ഇപ്പോൾ തമിഴകത്ത് ഉയരുന്നുണ്ട്. RRR എന്ന ആഗോള ഹിറ്റ് ചിത്രം നിർമ്മിച്ച DVV പ്രൊഡക്ഷൻസ് എന്ന തെലുങ്ക് ബാനർ ചിത്രം നിർമ്മിക്കും എന്നത് മാത്രമാണ് ഇതുവരെ ഉറപ്പായിട്ടുള്ളത്. കാർത്തിക് സുബ്ബരാജായിരിക്കും സംവിധായകൻ എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ജിഗർദണ്ഡ, പിസ, പേട്ട തുടങ്ങി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത കാർത്തിക് സുബ്ബരാജുമായി വിജയ് ഒരുമിക്കുമ്പോൾ ഒരു വെറൈറ്റി വിജയുടെ സിനിമാ കരിയറിൽ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. കാർത്തിക് സുബ്ബരാജിന് പിന്നാലെ എച്ച് വിനോദിന്റെ പേരാണ് പറഞ്ഞു കേട്ടത്. തമിഴകത്തിന്റെ തല അജിത്തിന്റെ അവസാന 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത എച്ച് വിനോദ് ദളപതിയുമായി ഒരുമിക്കുന്നു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അടുത്തതായി ദളപതി 69 സംവിധാനം ചെയ്യുന്നത് വെട്രിമാരൻ ആണെന്നായിരുന്നു വാർത്തകൾ. വെട്രിമാരൻ 2015 പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിലാണ് വിജയ് സിനിമാ കരിയർ അവസാനിപ്പിക്കുന്നത് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. തെലുങ്ക് ഹിറ്റ് മേക്കറായ ത്രിവിക്രം ശ്രീനിവാസിന്റെ പേരും ഇതിനിടയിൽ പറഞ്ഞു കേട്ടു. മഹേഷ് ബാബുവിന്റെ അവസാന ചിത്രമായ ഗുണ്ടൂർ കാരത്തിന്റെ സംവിധായകനാണ് ത്രിവിക്രം. പക്ഷേ ഗുണ്ടൂർ കാരം ദയനീയമായി പരാജയപ്പെട്ടതോടെ ആ വാർത്തകൾക്കും അവസാനമായി. വാരിസിന്റെ സംവിധായകൻ വംശി പാടിപ്പള്ളിയുടെ പേരും ഇതിനൊപ്പം ഉയർന്നു കേട്ടിരുന്നു. ബോളിവുഡിൽ 1000 കോടി കളക്ഷൻ നേടിയ ആറ്റ്ലിയുടെ പേരും ദളപതി 69മായി ചേർത്ത് വയ്ക്കപ്പെട്ടു. വിജയുടെ ഫ്ലോപ്പ് ചിത്രമായ ബീസ്റ്റിന്റെ സംവിധായകൻ നെൽസന്റെ പേരും ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു. എല്ലാത്തിനുമൊടുവിൽ ഇപ്പോൾ പുതിയൊരു സംവിധായകനും ദളപതി 69 സംവിധായകന്മാരുടെ പട്ടികയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. RJ ബാലാജിയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. RJ ബാലാജി 1 ലൈൻ കഥ ഓൺലൈനായി വിജയെ കേൾപ്പിച്ചു എന്നാണ് വിവരം. 1 ലൈൻ ഇഷ്ടപ്പെട്ട വിജയ് സ്ക്രിപ്റ്റുമായി എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കാർത്തിക് സുബ്ബരാജിന്റെ 1 ലൈനും വിജയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇതും ഒരു സ്ക്രിപ്റ്റായി കൊണ്ടുവന്നാൽ നോക്കാമെന്ന തരത്തിലാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഫൈനൽ സ്ക്രിപ്റ്റിന് ശേഷം മാത്രമേ RJ ബാലാജി വേണമോ എന്നതിൽ അന്തിമ തീരുമാനം എത്തുകയുള്ളൂവെങ്കിലും വിജയ് ചിത്രം സംവിധാനം ചെയ്യാനുള്ള സംവിധായകരുടെ കാത്തിരിപ്പ് പട്ടികയിലേക്ക് പുതിയ എൻട്രിയായാണ് RJ ബാലാജി എത്തിയിരിക്കുന്നത്.